ഒരാൾക്ക് ക്യാൻസർ ആണ് അല്ലെങ്കിൽ എന്ത് രോഗമാണ് എന്ന് പറഞ്ഞാലും എന്ത് ശത്രുവാണെങ്കിലും നമ്മൾ അവരുടെ ആയുരാരോഗ്യത്തിനെക്കുറിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. മനുഷ്യർക്ക് അങ്ങനെ സാധിക്കൂ. അവർ മരിച്ചു പോകണമെന്ന എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും ക്യാൻസർ എന്ന രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ആ ആൾ വേഗം സുഖം പ്രാപിച്ച് പുറത്തു വരണേ എന്ന് തന്നെയാണ്. എന്നാൽ അത്തരത്തിൽ പ്രാർത്ഥിക്കാത്ത മനുഷ്യരുമുണ്ട് എന്ന് മനസ്സിലാകുന്നത് രേണു സുധിയുടെ കമന്റ് ബോക്സ് കാണുമ്പോഴാണ്. ഇത്രയും അധികം സങ്കടത്തിൽ നിൽക്കുന്ന രേണുവിൻ്റെ അരികിലേക്ക് അവർ എത്തുന്നത് വിഷമം നിറയ്ക്കുന്ന വാക്കുകൾ കൊണ്ട് തന്നെയാണ്. മരിക്കണം, ഇത് പ്രാക്കാണ്. രേണുവിൻ്റെ മേൽ വന്നത് സുധിയുടെ വീട്ടുകാരുടെ പ്രാക്കാണ്. ഇത്തരത്തിലൊക്കെ പലരും പറഞ്ഞുകൊണ്ട് ക്യാൻസർ രോഗിയായ രേണുവിനെ കൂടുതൽ വിഷമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്യാൻസർ എന്നത് പൊരുതാനുള്ള രോഗമാണ്. ശരിക്കും പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു ബലം കൂടി അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആ ബലം കൂട്ടുമ്പോൾ തന്നെ നമുക്കത് വളരെയധികം സന്തോഷവും നൽകും. അത്തരത്തിലൊന്ന് തന്നെയാണ് പ്രേക്ഷകരും വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന രീതിയായി മാറ്റുന്നത്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഏറ്റെടുക്കുകയും ചെയ്യുന്നത് എന്നുകൂടി പറയാം. ആരാധകർ വളരെയധികം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും ഈ ഒരു വാർത്തയെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ പ്രേക്ഷകരെല്ലാവരും രേണുവിനോടൊപ്പമാണ് കൂടുതൽ ദിവസവും നിൽക്കുന്നത്. എല്ലാവർക്കും രേണുവിനെ പറ്റി മാത്രമാണ് അറിയേണ്ടതും. രേണു ഈ വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇനിയും വിഷമത്തിലൂടെ പോകരുത് എന്ന് മാത്രമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതെല്ലാവരും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. രേണുവിനിപ്പോൾ സങ്കടമുണ്ട് എന്ന് മനസ്സിലാകുന്നു. രേണുവിനിപ്പോൾ വിഷമമുണ്ടെന്നും മനസ്സിലാകുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ അതൊരു ഏറ്റെടുക്കുന്ന വാർത്തയാക്കി മാറ്റുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രേണു പങ്കുവയ്ക്കുന്ന വാർത്തകളൊക്കെ തന്നെയും വൈറലായാലോ അല്ലെങ്കിൽ അതിനും വേണ്ടത്ര വ്യൂ ലഭിച്ചാൽ മാത്രമേ രേണു വിചാരിച്ചത്ര തുക ലഭിക്കുകയുള്ളൂ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും വീഡിയോ പങ്കുവയ്ക്കുമെന്ന് രേണു പറഞ്ഞിരുന്നു. രേണു ഇപ്പോൾ വീഡിയോ പങ്കുവയ്ക്കുന്നത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ്. അത്രമേൽ എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. രേണുവിന് വേഗം അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഋതപ്പൻ എന്നൊരു കുഞ്ഞ് അവിടെയുണ്ടല്ലോ, അവൻ്റെ അമ്മ കൂടിയാണ് രേണു. ഈ പ്രാർത്ഥിക്കുന്നവർ അല്ലെങ്കിൽ രേണുവിനെക്കുറിച്ച് മോശം പറയുന്നവർ, സുധിയോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് പറയുന്നവർ, ആ കുഞ്ഞിൻ്റെ മുഖമൊന്ന് ആലോചിക്കൂ. ആ കുഞ്ഞിന് ആരുണ്ട്? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ക്യാൻസർ വന്ന് എന്തെങ്കിലും രേണുവിന് സംഭവിച്ചാൽ ആ കുഞ്ഞിനെ ആര് നോക്കും? അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കൂ. അപ്പോഴാണ് നിങ്ങൾക്ക് രേണുവിൻ്റെ കാര്യം മനസ്സിലാകുന്നത്. രേണുവും അത് തന്നെയാണ് പറയുന്നത്. എനിക്ക് ജീവിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ളത് എൻ്റെ മകനെ വളർത്താൻ വേണ്ടിയാണ്. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇത്രയും പെടാപ്പാട് പെട്ടതും. അതുകൊണ്ട് തന്നെ എനിക്ക് മരിക്കാൻ അല്ലെങ്കിൽ ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവൻ്റെ മുഖമൊന്ന് ആലോചിക്കൂ. ഋതപ്പനെക്കുറിച്ച് ആലോചിക്കൂ. അവൻ എങ്ങനെ അമ്മയില്ലാതെ ജീവിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് രേണു വീണ്ടും വീണ്ടും തിരുത്തി പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.